ഹായ് ഓൾ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് PYQ ഡിസ്കഷനുമായിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മുൻവർഷ ചോദ്യങ്ങൾ എടുക്കും, അതുമായി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളും ഇനി ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാം നമ്മൾ ഒരുപാട് ബുക്കും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നോട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസ്സി തോമസിന്റെ ജന്മസ്ഥലം എവിടെയാണ്? എന്താണ് ക്വസ്റ്റ്യന്? ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസ്സി തോമസിന്റെ ജന്മസ്ഥലം എവിടെയാണ് എന്നതാണ് ക്വസ്റ്റ്യന്. എവിടെയാണെന്നറിയോ? ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി എറണാകുളം. എവിടെയാണെന്നറിയോ? ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആലപ്പുഴയാണ് അല്ലേ. ഏതാണ്? ആലപ്പുഴ. ഓക്കെ, അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞയും പ്രതിരോധ സാങ്കേതിക വിദഗ്ധയുമാണ് ടെസ്സി തോമസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ്, അതുപോലെ പ്രതിരോധ സാങ്കേതിക വിദഗ്ധയുമാണ് ടെസ്സി തോമസ്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയിലെ അതായത് DRDO അറിയാലോ, DRDO. ഈ DRDOയിലെ അതായത് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയിലെ എയറോനോട്ടിക്കൽ സിസ്റ്റംസിന്റെ മുൻ ഡയറക്ടർ ജനറൽ ആയിട്ട് സേവനമനുഷ്ഠിച്ചു. എന്താ ചെയ്തത്? DRDOയുടെ എന്തായിട്ട് എയറോനോട്ടിക്കൽ സിസ്റ്റംസിന്റെ മുൻ ഡയറക്ടർ ജനറൽ ആയിട്ട് ആര് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്? ടെസ്സി തോമസ് സേവനം അനുഷ്ഠിച്ചു. എന്നാണ് ടെസ്സി തോമസ് ജനിച്ചതെന്ന് ചോദിച്ചാൽ 1963 ടെസ്സി തോമസ് ജനിച്ചിട്ടുള്ളത്. 1963. അതുപോലെ 1963 ഏപ്രിലിൽ ജനിച്ചു. എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു പോലെ എവിടെയാണ്? ആലപ്പുഴയിലാണ് അല്ലെ. ടെസ്സി തോമസ് എന്താ അറിയപ്പെടുന്നത്? ഇന്ത്യയിലെ അഗ്നിപുത്രി, അതുപോലെ എന്താ അറിയപ്പെടുന്നത്? മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ടെസ്സി തോമസ് ആണ്. ഓക്കെ, ഇനി അഗ്നി 4, അഗ്നി 5 ഏതൊക്കെ? അഗ്നി 4, അതുപോലെ അഗ്നി 5 അല്ലെ. ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ വികസനത്തിന് മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ആദ്യ വനിതാ ശാസ്ത്രജ്ഞയാണ് ആരെന്ന് പറയുന്നത്? ഇന്ത്യയിൽ ഒരു മിസൈൽ പദ്ധതിക്ക് അല്ലെ, മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ആദ്യ വനിതാ ശാസ്ത്രജ്ഞയാണ് ടെസ്സി തോമസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യം നോക്കി അല്ലെ. ഇനി നോക്കുക, ഇനി നമ്മോട് ചിലപ്പോൾ ചോദിച്ചേക്കാം വിക്രം സാരാഭായി അല്ലെ. വിക്രം സാരാഭായിയുടെ ജന്മസ്ഥലം എവിടെയാണെന്നറിയോ? വിക്രം സാരാഭായിയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് അത് അഹമ്മദാബാദ് ആണ്. എവിടെയാണ്? അഹമ്മദാബാദ് ആണ്. ഓക്കെ, പിന്നെ സതീഷ് ധവാന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനഗർ ആണ്. എവിടെയാണ്? ശ്രീനഗർ. കിട്ടുമല്ലോ. ഇനി APJ അബ്ദുൽ കലാം അല്ലെ. APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഇതൊരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. രാമേശ്വരം, തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. അതുപോലെ സോമനാഥ് ഉണ്ടല്ലോ, സോമനാഥിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് തുറവൂരാണ്. എവിടെയാണ്? തുറവൂർ എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ? അതും ആലപ്പുഴ ജില്ലയിലാണ്. ഓക്കെ, ഇത്രയും കാര്യം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അതുപോലെ APJ അബ്ദുൽ കലാം എന്താ അറിയപ്പെടുന്നത്? APJ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അല്ലെ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അത് APJ അബ്ദുൽ കലാം ആണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. അപ്പൊ മിസൈൽ വുമൺ അല്ലെ, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അതാരാണ്? അത് ടെസ്സി തോമസ് ആണ്.
മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ്. അതുപോലെ മിസൈൽ മാൻ അത് ആരാണ്? നമ്മുടെ APJ അബ്ദുൽ കലാം ആണ്. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ എടുത്തു നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ഓപ്ഷൻ എ അർജുന അവാർഡ്, ഓപ്ഷൻ ബി ദ്രോണാചാര്യ അവാർഡ്, ഓപ്ഷൻ സി മൗലാന അബുൽ കലാം ആസാദ് ട്രോഫി, ഓപ്ഷൻ ഡി ധ്യാൻ ചന്ദ് ഖേൽരത്ന അവാർഡ്. ഇതിൽ ഏതാണ് ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം എന്നറിയപ്പെടുന്നത്? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഏതാണ്? ധ്യാൻ ചന്ദ് ഖേൽരത്ന അവാർഡാണ് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇന്ത്യയിലെ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരമാണ് ഈ പറയുന്നത് അല്ലെ. ഇനി 1991 എന്നാണ്. 1991, 1992 ഈ ഒരു കാലയളവിലാണ്, ഈ ഒരു സമയത്താണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് ഇതിന്റെ പേരെന്തായിരുന്നു എന്നറിയോ? രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം. എന്തായിരുന്നു? രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി ഇപ്പോ 2021 എന്നാണ്. 2021 ഓഗസ്റ്റ് 6 മുതൽ 2021 ഓഗസ്റ്റ് 6 ഇന്ത്യൻ ഹോക്കി ഇതിഹാസം ആരാണ്? ഹോക്കി ഇതിഹാസമാണ് ആരെന്ന് പറയുന്നത്? മേജർ ധ്യാൻചന്ദ് അല്ലെ. ഈ മേജർ ധ്യാൻചന്ദിനോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ത് ചെയ്തത്? ഈ പുരസ്കാരം പുനർനാമകരണം ചെയ്തത്. അപ്പോൾ ആദ്യം അറിയപ്പെട്ടിരുന്നത് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നായിരുന്നു. 2021 ഓഗസ്റ്റ് 6 അതെന്ത് ചെയ്തു? ഈ ഒരു പേരിൽ വന്നു. അപ്പോൾ അതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 25 ലക്ഷം ആണ്. 25 ലക്ഷമാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു മെഡൽ, ഒരു സർട്ടിഫിക്കറ്റ്, ഇതാണ് അവാർഡ് ജേതാക്കൾക്ക് ലഭിക്കുന്നത്. ഇനി ചെസ് ഇതിഹാസമായ ചെസ് ഇതിഹാസമാണ് ആരെന്ന് പറയുന്നത്? ചെസ് ആണ് കേട്ടോ. ആരെന്ന് പറയുന്നത്? വിശ്വനാഥൻ എന്താണ്? വിശ്വനാഥൻ ആനന്ദ്. ഓക്കെ, ചെസ് ഇതിഹാസമായ വിശ്വനാഥൻ ആനന്ദ് അല്ലെ. ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഈ പുരസ്കാരം ആദ്യമായിട്ട് മേജർ ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഈ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ഇനി 2024 പുരസ്കാര ജേതാക്കളും കൂടെ നമുക്ക് നോക്കാം. 2024 പുരസ്കാര ജേതാക്കൾ എന്ന് പറയുന്നത് ഡി ഗുകേഷ്. ഡി ഗുകേഷ് എന്ന് പറയുന്നത് ഏതാണ്? ചെസ് ആണ് കേട്ടോ. ഡി ഗുകേഷ് എന്ന് പറയുന്നത് ചെസ് താരമാണ്. അതുപോലെ ഹർമൻപ്രീത് സിംഗ് എന്താണ്? ഹോക്കി അല്ലെ. ഹോക്കിയാണ്. ഹോക്കി ഇതിഹാസ താരമാണ്. അതുപോലെ പ്രവീൺ കുമാർ എന്താണ്? പ്രവീൺ കുമാർ എന്താണ്? പാരാ അത്ലറ്റിക്. ഓക്കെ, ഇനി മനു ബാക്കർ എന്താണ്? മനു ബാക്കർ ഏതിലാണ്? ഷൂട്ടിംഗ് ആണ് അല്ലെ. മനു ബാക്കർ ഷൂട്ടിംഗ്. ഇവർക്കാണ് എന്ത് 2024 ഈ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? ഡി ഗുകേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഏതാണ്? ഹോക്കി, ദെൻ പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്, ദെൻ മനു ബാക്കർ ഷൂട്ടിംഗ്. ഓക്കെ, ഇത്രയും ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓർത്തു വച്ചേക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. ആർക്കാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്? വർഷം നോട്ട് ചെയ്യുക കേട്ടോ. 2023 അത് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? മോഹൻലാലാണ് അല്ലെ. ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? മോഹൻലാലിനാണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കാം. ഇനി അടൂർ ഗോപാലകൃഷ്ണൻ, അതായത് 2004 ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു? അടൂർ ഗോപാലകൃഷ്ണൻ
കൃഷ്ണൻ. 2004 അടൂർ ഗോപാലകൃഷ്ണനെ എന്ത് ചെയ്തു? ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. ഇത് ലഭിക്കുന്ന എന്താണ്? അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് ആരെന്ന് പറയുന്നത്? മോഹൻലാൽ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ എന്താന്ന് വെച്ചാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആര് തന്നെയാണ്? മോഹൻലാലാണ്. ഓക്കെ. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ 2004 ലഭിച്ചു. 2004 അടൂർ ഗോപാലകൃഷ്ണൻ ലഭിച്ചതിന് ശേഷം 2023 ലഭിച്ചത് ആർക്കാണ്? അത് മലയാളിയായിട്ടുള്ള മോഹൻലാലിനാണ്. ഓക്കെ. അപ്പം അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ എന്നത് ഓർത്തു വെക്കുക. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഏത്? ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചോദിച്ചാൽ ആരെന്ന് പറയണം? അത് മോഹൻലാലാണ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2022 ലഭിച്ചിട്ടുള്ളത് ആർക്കാണെന്ന് നോക്കാം. ഇത് എത്രാമത്താണെന്ന് ചോദിച്ചാല് എത്രാമത്താണെന്ന് അറിയോ? 55-ാമത്തെ. 55-ാമത്തതാണ്. ഇനി 54 ആർക്കാ ലഭിച്ചിട്ടുള്ളത്? 54th ലഭിച്ചിട്ടുള്ളത് മിഥുൻ ചക്രവർത്തി. ഇതിനൊരു കോഡ് ഉണ്ട് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് കേൾക്കുക. മിഥുൻ ചക്രവർത്തി. മിഥുൻ ചക്രവർത്തി. ഇനി 53-ാമത് ലഭിച്ചിട്ടുള്ളത് ആർക്കാന്ന് ചോദിച്ചാല് വഹീദ. എന്താണ്? വഹീദ റഹ്മാൻ. ആർക്കാ ലഭിച്ചിട്ടുള്ളത്? വഹീദ റഹ്മാന്. പിന്നെ 2020 എത്രാമത്തെയാണ്? 52nd ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ആശ പരേഖ്. ആർക്കാണ്? ആശ പരേഖിനാണ്. ഓക്കെ. പിന്നെ 2019 ലഭിച്ചിട്ടുള്ളത്, അതായത് 51st ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? അത് രജനീകാന്ത് ആണ്. ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? രജനീകാന്തിനാണ്. ഇനി അടുത്തത് 2018, അതും കൂടെ ഓർത്ത് വെക്കുക. 2018 50-ാമത്തത് ലഭിച്ചിട്ടുള്ളത് ആർക്കാന്ന് ചോദിച്ചാല് അത് അമിതാഭ് ബച്ചനാണ്. ആർക്കാണ്? അമിതാഭ് ബച്ചനാണ്. അതുപോലെ ആദ്യ പുരസ്കാരമാണ് ചോദിച്ചതെങ്കിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആദ്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കെന്ന് ചോദിച്ചാല് അത് ദേവിക റാണി. 1969 ആർക്കാണ്? ദേവിക റാണിക്കാണ്. ആർക്കാണ്? ദേവിക റാണിക്ക്. ഓക്കെ. ഇത്രയും കിട്ടുമല്ലോ. ദേവിക റാണി. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ. ഇത്ര നമ്മൾ എന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് ഓർത്തു വച്ചേക്കുക. പിന്നെ അടൂർ ഗോപാലകൃഷ്ണന് 2004 ലഭിച്ചതും അതിൻ്റെ കൂടെ ഓർത്തു വച്ചേക്കുക. ഇനി ഞാനൊരു കോഡ് പറയാം, ഇത് ഓർത്തു വെക്കാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ കേൾക്കുക. 54-ാമത് മിഥുൻ ചക്രവർത്തി, 53 വഹീദ റഹ്മാന്, 52 ആശ പരേഖ്, അതുപോലെ എന്താണ് 51-ാമത് രജനീകാന്ത്, 50-ാമത് അമിതാഭ് ബച്ചൻ. ദെൻ ആദ്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ദേവിക റാണിക്ക് 1969. കിട്ടുമല്ലോ. ഇനി നമുക്ക് ഇതിന്റെ കോഡ് ഒന്ന് വെച്ച് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. മോഹൻലാലിന്റെ മിഥുനം കാണാൻ വഹീദക്ക് ആശ. മോഹൻലാലിന്റെ മിഥുനം കാണാൻ വഹീദക്ക് ആശ. ഇതൊന്ന് നോക്കുക. ഇവിടെ മോഹൻലാല് ഏതാണ്? 2023 2023 അതായത് 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിനാണല്ലോ ലഭിച്ചിട്ടുള്ളത്. 55 അറിയാലോ. 55. അതുപോലെ 2023 അല്ലെ. ഇതെന്താണ്? മിഥുൻ ചക്രവർത്തി 2022 54. കിട്ടുമല്ലോ. ഇനി
കാണാൻ വഹീദ റഹ്മാൻ 2021 ആർക്കാണ് വഹീദ റഹ്മാന് എത്രാമത്തേത് 53-മത്തത് അല്ലെ. ആശ ആശ പരേഖ് എന്താണ് 2020 ഏതാണ് 52-മത്. ഓക്കെ, ഇത്രയും എന്ത് ചെയ്യാൻ നമ്മള് അറ്റ്ലീസ്റ്റ് ഓർത്ത് വെച്ചേക്കുക ഈ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ചോദിക്കാം. ഈ 2023 തന്നെ ആവണം എന്നില്ല, 22ഉം 21ഉം 20ഉം ഒക്കെ ചോദിക്കാം. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഓപ്ഷൻ എ താജിക്കിസ്ഥാൻ, ഓപ്ഷൻ ബി മ്യാൻമർ, ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ ഡി ഭൂട്ടാൻ. ഇതിലേതാണ് അറിയോ? കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ ഏതാണ്? താജിക്കിസ്ഥാൻ ആണ് അല്ലെ. ഏതാണ്? താജിക്കിസ്ഥാൻ ആണ് ഉൾപ്പെടാത്തത്. അതെന്ത് ചെയ്യൂല? ഉൾപ്പെടൂല. അപ്പൊ ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 7 രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കര അതിർത്തി പങ്കിടുന്നു അല്ലെ. 7 രാജ്യങ്ങൾ കര അതിർത്തി പങ്കിടുന്നു. ഓക്കെ, അറിയാലോ. ഇനി നോക്കുക, എന്താണ് ഇന്ത്യയുമായി കര അതിർത്തിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല്, ഒന്ന് പാകിസ്ഥാൻ. ഏതൊക്കെയുണ്ട്? പാകിസ്ഥാൻ ഉണ്ട്, പിന്നെ ഏതുണ്ട്? അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ദെൻ ചൈന, പിന്നെ ഇതാണ് നേപ്പാൾ, ഭൂട്ടാൻ, അതുപോലെ മ്യാൻമർ അല്ലെ. മ്യാൻമർ, ദെൻ ബംഗ്ലാദേശ്. ഏതൊക്കെയാണ് കര അതിർത്തി പങ്കിടുന്നത്? പാകിസ്ഥാൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാന്, ദെൻ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്. ഇത്രയാണ് കര അതിർത്തി പങ്കിടുന്നത്. താജിക്കിസ്ഥാൻ എന്ത് ചെയ്യുന്നില്ല? കര അതിർത്തി പങ്കിടുന്നില്ല. ഓക്കെ, ഇനി ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്ര അറിയോ? സമുദ്ര അതിർത്തിയുടെ കാര്യം പറഞ്ഞാലും എത്രയാണ്? 7 രാജ്യങ്ങളാണ് സമുദ്രാതിർത്തിയും പങ്കിടുന്നത്. ഓക്കെ, ഇനി അത് ഏതൊക്കെയെന്ന് ചോദിച്ചാല്, ഒന്ന് ശ്രീലങ്കയുണ്ട്, രണ്ട് ഏതാണ്? ശ്രീലങ്ക, മാലിദ്വീപ്, ദെൻ മൂന്നാമത് പാകിസ്ഥാൻ അല്ലെ. പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നുണ്ട്? കര അതിർത്തിയും പങ്കിടുന്നുണ്ട്, സമുദ്രാതിർത്തിയും പങ്കിടുന്നുണ്ട്. അതുപോലെ ഇന്തോനേഷ്യ. ഏതാണ്? ഇന്തോനേഷ്യ, ദെൻ ഏതാണ്? തായ്ലൻഡ്. ഏതാണ്? തായ്ലൻഡ്. അടുത്തത് മ്യാൻമറും എന്ത് ചെയ്യുന്നുണ്ട്? കര അതിർത്തിയും പങ്കിടുന്നുണ്ട്, അതുപോലെ സമുദ്രാതിർത്തിയും പങ്കിടുന്നുണ്ട്. പിന്നെ ഏതാണ്? ബംഗ്ലാദേശ് അല്ലെ. ഏതാണ്? ബംഗ്ലാദേശ്. അതും എന്ത് ചെയ്യുന്നുണ്ട്? കര അതിർത്തി പങ്കിടുന്നുണ്ട്, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? പാകിസ്ഥാനും മ്യാൻമറും ബംഗ്ലാദേശും കര അതിർത്തിയും സമുദ്രാതിർത്തിയും പങ്കിടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല്, ഇന്ത്യയുടെ വടക്ക് അല്ലെ, ഇങ്ങനെ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? ദിശ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നോർത്ത്, ഇവിടെ സൗത്ത്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ എന്താണ്? വെസ്റ്റ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇന്ത്യയുമായിട്ട് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പം ഇവിടെ അല്ലെ, ഇവിടെ എന്താണ്? അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, കിട്ടുമല്ലോ. ഇനി ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, വടക്ക് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് ഏതൊക്കെയാണ്? ചൈനയുണ്ട്, പിന്നെ ഏതുണ്ട്? നേപ്പാൾ, ദെൻ ഏതുണ്ട്? ഭൂട്ടാൻ. ചൈന, നേപ്പാൾ, അതുപോലെ ഭൂട്ടാൻ. ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. വടക്ക് കിഴക്ക് അതിർത്തി ആണെങ്കിലോ? വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അല്ലെ, വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചോദിച്ചാല് അത് ബംഗ്ലാദേശും അതുപോലെ ഏതുമാണ്? മ്യാൻമറും ആണ്. കിട്ടുമല്ലോ. ഇത്രയും എന്ത് ചെയ്യാം? ഓർത്ത് വെച്ചേക്കാം. ഇനി ഒരു കൺഫ്യൂസിങ് ഫാക്ട്സ് പറയാം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണെന്നറിയോ? ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തി
ഉള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ബംഗ്ലാദേശാണ്. ഏതാണ്? ബംഗ്ലാദേശാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം എന്ന് പറയുന്നത്. എത്രയാണെന്നറിയോ? ആ ഒരു ഇതും കൂടെ പഠിച്ചു വെച്ചേക്കുക. എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാല് 4096.7 കിലോമീറ്റർ. 4096.7 കിലോമീറ്റർ. ഇന്ത്യയായിട്ട് ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം ഏതാണെന്ന് അറിയോ? ഏറ്റവും കുറവ്, ഇത് ഏറ്റവും കൂടുതൽ അല്ലെ, ഏറ്റവും കുറവ് ഇത് കൂടുതലാണ്. ദെൻ എന്താണ് ഈ ഏറ്റവും കുറവ് ചോദിച്ചാൽ അതേതാണ്? അത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനാണ് കര അതിർത്തി എന്താണ് ഏറ്റവും കുറവെന്ന് പറയുന്നത്. ഏറ്റവും കുറവ് കര അതിർത്തി. ഓക്കെ. ഇനി എന്താ ഇന്ത്യ അത് എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 106 കിലോമീറ്റർ ആണ്. എത്രയാണ്? 106 കിലോമീറ്റർ. ഇനി ഇന്ത്യയായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യം, ഇന്ത്യയായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ അത് ഏതാണ്? അത് ചൈനയാണ്. മാറിപ്പോവല്ലേ. ഇനി ഇന്ത്യയായിട്ട് കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ വലിയ രാജ്യമാണ്, വലിയ രാജ്യമാണ് ചൈന. ഇനി കരാതിർത്തി പങ്കിടുന്ന ചെറിയ രാജ്യം ചോദിച്ചാൽ അത് ഏതാണ്? അത് ഭൂട്ടാനാണ്. ഏതാണ്? ഭൂട്ടാനാണ്. ഓക്കെ. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം, അങ്ങനെയാണ് നമ്മോട് ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം, അതായത് കരാതിർത്തി സമുദ്രാതിർത്തി ഒന്നും ചോദിക്കുന്നില്ല, ഇന്ത്യയുമായിട്ട് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം അങ്ങനെ ചോദിച്ചാൽ അത് ഏതാണ്? അത് മാലിദ്വീപാണ്. ഏതാണ്? മാലിദ്വീപ്. കിട്ടുമല്ലോ. അപ്പോൾ ഇന്ത്യയുടെ കര അതിർത്തി എത്രയെന്നറിയോ? ഇന്ത്യയുടെ കര അതിർത്തി ടോട്ടൽ വരുന്നത് എന്താണ്? 15,106 എന്താണ് 6 ട്ടോ. 15,106.7 കിലോമീറ്റർ, അല്ലെങ്കിൽ എന്ന് പറയും 15,200 എന്നും കാണാറുണ്ട്. രണ്ടും എന്തായിട്ടുണ്ട്? ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പൊ എന്താണ്? ഇതാണ് ടോട്ടൽ കര അതിർത്തി എന്ന് പറയുന്നത്. കിട്ടുമല്ലോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ബംഗ്ലാദേശ് നമ്മൾ എത്രയാ പറഞ്ഞത്? 4096.7 കിലോമീറ്റർ അല്ലെ. ചൈന എത്ര വരുന്നതെന്ന് ചോദിച്ചാല് 3488 കിലോമീറ്റർ ആണ് ഏതെന്ന് പറയുന്നത്? ചൈന കര അതിർത്തി പങ്കിടുന്നത്. എത്ര കിലോമീറ്റർ? 3488 കിലോമീറ്റർ. പാകിസ്ഥാൻ ആണെങ്കിൽ 3323 കിലോമീറ്റർ ആണ് ഏതെന്ന് പറയുന്നത്? പാകിസ്ഥാൻ പങ്കിടുന്നത്. മ്യാൻമർ 1643 കിലോമീറ്റർ ആണ് മ്യാൻമർ അതിർത്തി പങ്കിടുന്നത്. ഇനി ഭൂട്ടാന്റെ കാര്യം എത്രയാണ്? ഭൂട്ടാൻ എന്നറിയോ? ഭൂട്ടാൻ കരാതിർത്തി പങ്കിടുന്നത് 699 കിലോമീറ്റർ ആണ്. അഫ്ഗാനിസ്ഥാൻ നമ്മൾ എത്രയാ പറഞ്ഞത്? 106 കിലോമീറ്റർ ആണ് എന്ന് പറഞ്ഞു. കിട്ടുമല്ലോ. അത്രയും കിട്ടുമല്ലോ. ഓക്കെ. അപ്പൊ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊക്കെ? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും, ഹിമാചലിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഏതാണ്? ഷിപ്കില ചുരമാണ്. ഏതാണ്? ഷിപ്കില ചുരമാണ്. കിട്ടുമല്ലോ. ഇനി ചുരങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഉയരമുള്ള പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള, എങ്ങനെ? ഉയരമുള്ള പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ഉയരമുള്ള പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളെയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം ഏതാണെന്നറിയോ? ഉത്തരേന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് അത് ബോലാൻ ചുരമാണ്. ഏതാണ് ആ ചുരം? ബോലാൻ ചുരമാണ് ഉത്തരേന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത്. ഇനി അസിർഗഡ് ചുരം കേട്ടിട്ടുണ്ടോ? അസിർഗഡ് ചുരം എന്താ പ്രത്യേകത? അസിർഗഡ് ചുരം ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നു. എന്താ അറിയപ്പെടുന്നത്? അസിർഗഡ് ചുരം ഡെക്കാനിലേക്കുള്ള, എന്താണ്? ഡെക്കാനിലേക്കുള്ള
താക്കോൽ, ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസിർഗഡ് ചുരമാണ്. ബോലാൻ ചുരം എന്തായിരുന്നു? ഉത്തരേന്ത്യയിൽ അല്ലെ, ഉത്തരേന്ത്യയിലേക്കുള്ള എന്താണ് പ്രവേശന കവാടം. എന്താ അറിയപ്പെടുന്നത്? പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് അത് ഏതാണ്? ബോലാൻ ചുരമാണ്. അസിർഗഡ് ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ചുരങ്ങളുടെ നാട് ഏതാണ്? ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്, ചുരങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അത് ഏതാണ്? ലഡാക്ക് ആണ് അല്ലെ. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. കിട്ടുമല്ലോ. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെട്ടിരുന്ന ചുരമാണ് ഏതെന്ന് പറയുന്നത്? ബോലാൻ ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്ന് അറിയപ്പെട്ടിരുന്ന ചുരം ചോദിച്ചാലും ഏതാണ്? ബോലാൻ ചുരമാണ്. അപ്പോ അങ്ങനെയെങ്കിൽ കേരളത്തിലേക്കുള്ള കവാടം ഏതാണ്? കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത്, കേരളത്തിലേക്കുള്ള കവാടം എന്താണ്? കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരം. ഇമ്പോർട്ടന്റ് ആണ്. പാലക്കാട് ചുരമാണ്. കിട്ടുമല്ലോ പാലക്കാട് ചുരം. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ സ്പിതി താഴ്വരയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുൻസും ചുരമാണ്. സ്പിതി താഴ്വരയുടെ കവാടം എന്നറിയപ്പെടുന്നത് ഏത് ചുരാന്നറിയോ? കുൻസും ചുരം. ഏതാണ്? കുൻസും ചുരം. അതുപോലെ ഗർത്തുങ്ല ചുരം കേട്ടിട്ടുണ്ടോ? ഗർത്തുങ്ല ചുരം നുബ്ര താഴ്വരയിലേക്കുള്ള കവാടം. എന്താണ്? നുബ്ര താഴ്വരയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഖർത്തുങ്ല ചുരമാണ്. ഖർത്തുങ്ല ചുരം ഏത് താഴ്വര? നുബ്ര അല്ലെ. നുബ്ര താഴ്വരയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഇത്രയും കിട്ടുമല്ലോ. അപ്പോ ചുരങ്ങളുടെ നാട് ഏതാണ്? ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെട്ടിരുന്ന ചുരം ബോലാൻ ചുരമാണ്. പാലക്കാട് ചുരം കേരളത്തിലേക്കുള്ള കവാടം. കുൻസും ചുരം സ്പിതി താഴ്വരയുടെ കവാടം. എന്താണ്? കുൻസും ചുരം ഏതാണ്? ഏത് താഴ്വര? സ്പിതി ട്ടോ. സ്പിതി താഴ്വര. സ്പിതി താഴ്വരയുടെ കവാടം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും കൂടെ നമുക്കൊന്ന് പഠിച്ചിട്ട് പോയാലോ? ചുരങ്ങൾ എന്നുള്ളത് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോ ആദ്യത്തെ ചുരം ഏതാണ്? ബനിഹാൾ ചുരം എടുക്കാം. ബനിഹാൾ ചുരം ഏതിനൊക്കെ തമ്മിലാ ബന്ധിപ്പിക്കുന്നത്? ജമ്മുവിനെയും, ഏതൊക്കെ? ജമ്മു അതുപോലെ ശ്രീനഗർ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത് ചുരം എന്ന് പറയുന്നത്? ബനിഹാൾ ചുരം. ബനിഹാൾ ചുരം ഏതിനൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ജമ്മുവിനെയും അതുപോലെ എന്താണ് ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്നു. ഇനി ഖർത്തുങ്ല അല്ലെ, നമ്മൾ പറഞ്ഞു ഖർത്തുങ്ല ചുരം ബന്ധിപ്പിക്കുന്നത് എന്തിനെയാണ്? ലേ അതുപോലെ സിയാച്ചിൻ. ഇതിനൊക്കെ ലേയും അതുപോലെ സിയാച്ചിൻ, ലേ അതുപോലെ സിയാച്ചിൻ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ഖർത്തുങ്ല ചുരമാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്ക് ആണ്. ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഖർത്തുങ്ല ചുരം എവിടെയാണ്? ലേയെയും സിയാച്ചിനെയും ബന്ധിപ്പിക്കുന്നതാണ്. എന്താണ്? ഖർത്തുങ്ല ചുരം ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ചുരമാണ് ദബ്സ. ഏതാണ്? ദബ്സ ചുരം. ദബ്സ ചുരം ഏതാണ്? കുളു അതുപോലെ സ്പിതി താഴ്വര. എന്താണ്? കുളു സ്പിതി താഴ്വര. കുളു അതുപോലെ സ്പിതി താഴ്വര ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ദബ്സ ചുരം. കുളു സ്പിതി താഴ്വര എന്നിവ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദബ്സ ചുരം എന്ന് പറയുന്നത്. കിട്ടുമല്ലോ. അപ്പോൾ നമ്മള് സ്പിതി താഴ്വരയുടെ കവാടം എന്ന് പറഞ്ഞത് ഏതായിരുന്നു? കുൻസും ചുരം. കിട്ടുമല്ലോ. അത് ഓർക്കുന്നുണ്ടല്ലോ, കുൻസും ചുരം. ഇനി ലിപ്പുലേഖ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ലിപ്പുലേഖ് ചുരം. ഏതാണ് ചുരം? ലിപ്പുലേഖ്. ഏതാ ചുരം? ലിപ്പുലേഖ് ചുരം അല്ലെ. ലിപ്പുലേഖ് ചുരം. ലിപ്പുലേഖ് ചുരം ഏതൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ലിപ്പുലേഖ് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും. എന്താണ്? ഉത്തരാഖണ്ഡ് അതുപോലെ ടിബറ്റ് അല്ലെ. ഉത്തരാഖണ്ഡ് ടിബറ്റ്
ഉത്തരാഖണ്ഡ് ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ലിപ്പുലേഖ് ചുരം എന്ന് പറയുന്നത്. ലിപ്പുലേഖ് ചുരം. ഉത്തരാഖണ്ഡിനെയും ഉത്തരം പറയുന്നത് ലിപ്പ് കൊണ്ടാണല്ലോ. ഓക്കെ, അങ്ങനെ ആലോചിച്ചേക്കുക. ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഇനി എന്താണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും നമ്മൾ ഏത് പറഞ്ഞു? ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിബ്കില അല്ലെ. ഏതാണ് പറഞ്ഞത് നമ്മൾ? ഷിബ്കില ചുരമാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കുക സോജില ചുരം. സോജില ചുരം ഏതിനൊക്കെ തമ്മിലാ ബന്ധിപ്പിക്കുന്നത്? സോജില ചുരം സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയും. കാർഗിൽ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം എന്ന് പറയുന്നത്. ശ്രീനഗറിനെയും അതുപോലെ കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിക്കിം അല്ലെ. സിക്കിം ടിബറ്റ് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? നാഥുല ചുരം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നാഥുല ചുരം സിക്കിമിനെയും അതുപോലെ ഏതിനെയും ബന്ധിപ്പിക്കുന്നു? നാഥുല ചുരം സിക്കിം ടിബറ്റ് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാഥുല ചുരമാണ്. അപ്പോ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ഏതായിരുന്നു? അത് ഷിബ്കില. ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിബ്കില. നാഥുല സിക്കിം ടിബറ്റ്. കിട്ടല്ലോ. സോജില ശ്രീനഗറിനെയും കാർഗിലിനെയും. ഇനി ബോംഡില ചുരമുണ്ട്. ഏതാണ് ചുരം? ഞാൻ പറയാം ഏതാണ്. ബോംഡില ചുരം ഏതിനെ ബന്ധിപ്പിക്കുന്നതെന്ന് അറിയോ? അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ലാസ കേട്ടോ. ലാസ അരുണാചൽ പ്രദേശിലെ ലാസയെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് ബോംഡില ചുരം എന്ന് പറയുന്നത്. ഇനി റോഹ്താങ് ചുരം ഉണ്ട്. ഏതാണ്? റോഹ്താങ് ചുരം ഏതിനൊക്കെ ബന്ധിപ്പിക്കുന്നത്? കുളു, ലഹൂൾ, സ്പിതി താഴ്വര. ഏതിനൊക്കെയാണ്? കുളു, ലഹൂൾ, സ്പിതി താഴ്വര. ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? റോഹ്താങ് ചുരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബനിഹാള് ജമ്മുവിനെയും ശ്രീനഗറിനെയും ഗർത്തുംഗ്ല ഏതിനൊക്കെ? ലേയെയും സിയാച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈ ദേബ്സ എന്താണ്? ഏതാണ്? ദെബ്സ കേട്ടോ. കുളു സ്പിതി താഴ്വര, ലിപ്പുലേഖ് ഉത്തരാഖണ്ഡ് ടിബറ്റ്, ഷിബ്കില ഹിമാചൽ പ്രദേശ് ടിബറ്റ്, സോജില ശ്രീനഗർ കാർഗില്, നാഥുല ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും അതുപോലെ ടിബറ്റിനെയും, ബോംഡില അരുണാചൽ പ്രദേശ് ടിബറ്റ്, റോഹ്താങ് കുളു ലഹുൾ സ്പിതി താഴ്വര ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പിന്നെന്താണ്? ജലപ്ല ഉണ്ട്. സിക്കിമിനെയും ലാസയെയും ബന്ധിപ്പിക്കുന്നു. പിന്നെ ദിഹാങ് ചുരമുണ്ട്. അരുണാചൽ പ്രദേശിനെയും മ്യാൻമറിലെ മാൻഡലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ദിഹാങ് ചുരമാണ്. താൽഘട്ട് നാസിക്കിനെയും മുംബൈയെയും, ബോർഘട്ട് മുംബൈയെയും പൂനെയെയും ബന്ധിപ്പിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും മതി. നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മുടെ ടെലഗ്രാം ചാനലും കൂടെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അതിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ശരി, അത്രയാണ് പറയാനുള്ളത് കേട്ടോ. താങ്ക് യു.